നമുക്ക് ജി സുധാകരനെതിരെ ചുമത്തിയ ജനപ്രാതിനിധ്യ നിയമത്തിലെയും IPC-യിലെയും വകുപ്പുകൾ അതിന് കിട്ടാൻ സാധ്യതയുള്ള ശിക്ഷ എന്താണ് എന്നൊന്ന് പരിശോധിക്കാം. ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 128 എന്ന് പറയുന്നത് വോട്ടിന്റെ രഹസ്യ സ്വഭാവം ലംഘിച്ചു എന്നുള്ള കുറ്റമാണ്. ഈ കുറ്റത്തിന് 3 മാസം വരെ തടവോ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കാവുന്നതാണ് സെക്ഷൻ 128 എന്ന് പറയുന്നത്. അടുത്തത് സെക്ഷൻ 135 ആണ്. 135 അനുസരിച്ച് പോളിംഗ് സ്റ്റേഷനിൽ നിന്ന് ബാലറ്റ് പേപ്പർ നീക്കം ചെയ്തു എന്നുള്ള കുറ്റമാണ് സുധാകരൻ മേൽ ഈ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ചുമത്താൻ കഴിയുക. ഇതിന് ശിക്ഷ 1 വർഷം വരെ തടവ് അല്ലെങ്കിൽ 500 രൂപ പിഴ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ഇങ്ങനെയുള്ള ശിക്ഷ ലഭിക്കാനാണ് സെക്ഷൻ 135 അനുസരിച്ച് സുധാകരൻ ചെയ്ത അല്ലെങ്കിൽ ഈ വെളിപ്പെടുത്തിയ കാര്യത്തിൽ ലഭിക്കാവുന്നത്. അടുത്തത് സെക്ഷൻ 135A ആണ്. ബൂത്ത് പിടുത്തം, അതാണ് അതിൽ വരുന്ന ക്രൈം. 3 വർഷത്തിൽ കുറയാത്ത പരമാവധി 5 വർഷം വരെ തടവും പിഴയുമാണ് ഇതനുസരിച്ച് ജി സുധാകരന് മേൽ ചുമത്താൻ കഴിയുന്ന ശിക്ഷ എന്ന് പറയുന്നത്. അടുത്തത് സെക്ഷൻ 136 ആണ്. ബാലറ്റ് പേപ്പർ നശിപ്പിച്ചു, അതായത് ബാലറ്റ് പേപ്പർ പൊട്ടിച്ചു നശിപ്പിച്ചു എന്നുള്ളതാണല്ലോ ആ പ്രസംഗത്തിൽ പറയുന്നത്. 2 വർഷം വരെ തടവോ പിഴയോ രണ്ടും കൂടിയോ ഉള്ള ശിക്ഷ ലഭിക്കാവുന്നതാണ്. ഇനി ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ IPC 465 അനുസരിച്ച് ബാലറ്റ് തിരുത്തിയെന്ന കുറ്റമാണ്. 468 വകുപ്പനുസരിച്ച് വഞ്ചനയ്ക്കായി വ്യാജരേഖ ചമച്ചു. IPC 471 അനുസരിച്ച് വ്യാജരേഖ യഥാർത്ഥമെന്ന രീതിയിൽ ഉപയോഗിച്ചു. ഇത്രയും കാര്യങ്ങൾ അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ കേസെടുക്കാവുന്നതാണ്. എന്തായാലും ഈ കാര്യങ്ങളിൽ ഈ 3 വകുപ്പുകൾക്കും 7 വർഷം വരെ തടവും പിഴയും ശിക്ഷയായി ലഭിക്കാവുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ ജി സുധാകരന്റെ കാര്യം ഇനി എന്താകും? പാർട്ടി തള്ളി പറഞ്ഞിരിക്കുകയാണ്. ആദ്യം പറഞ്ഞതിനൊപ്പമല്ല പാർട്ടി. രണ്ടാമത് ഇതൊന്നും സംഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, താൻ പറഞ്ഞ കാര്യങ്ങൾ വളച്ചൊടിക്കപ്പെട്ടതാണ് എന്നൊക്കെ ജി സുധാകരൻ പറയുന്നതിനൊപ്പം നിൽക്കുന്നു. എന്നാൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുമോ എന്നതറിയാനാണ് നമ്മൾ കാത്തിരിക്കുന്നത്.